സ്പോട്ടിഫൈ റാപ്ഡ്. നിങ്ങൾ സ്പോട്ടിഫൈ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ സ്പോട്ടിഫൈ റാപ്ഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഇനി നിങ്ങളത് ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സ് സ്റ്റാറ്റസുകളിലും സ്റ്റോറീസിലും ഒക്കെ ആയിട്ട് ഈ സ്പോട്ടിഫൈയുടെ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്പോട്ടിഫൈ റാപ്ഡ് എന്ന് പറയുന്നത് സ്പോട്ടിഫൈ അവരുടെ യൂസേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു ആനുവൽ റീക്യാപ്പ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു വർഷം അവർ ഏറ്റവും അധികം കേട്ട പാട്ടുകൾ ഏതാണ്, അവർ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് ഏത് ആർട്ടിസ്റ്റിൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ്, എത്ര മിനിറ്റുകളാണ് അവർ സ്പോട്ടിഫൈയിൽ പാട്ടുകൾ കേൾക്കാനായി ചെലവഴിച്ചത്. ഇതൊന്നും കൂടാതെ ഓരോ യൂസറിൻ്റെയും ഒരു ലിസണിങ് ഹാബിറ്റ് മനസ്സിലാക്കി അവർക്ക് ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് സ്പോട്ടിഫൈ റാപ്ഡിൽ സംഭവിക്കുന്നത്. കമ്പനിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ സ്പോട്ടിഫൈ റാപ്ഡ് എന്ന് പറയുന്നത് അവർക്ക് വളരെ വലിയ ഒരു മാർക്കറ്റിംഗ് എൻജിൻ തന്നെയാണ്. കാരണം ഫ്രീ ആയി ഓൺലൈനിൽ ബില്യൺസ് ഓഫ് ഇംപ്രഷൻസ് ആണ് സ്പോട്ടിഫൈ റാപ്ഡിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് സ്പോട്ടിഫൈ കസ്റ്റമേഴ്സിൻ്റെ പ്രൈവറ്റ് ഡാറ്റ ഒരു ഫ്രീ മാർക്കറ്റിംഗ് എൻജിനായി മാറ്റിയത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഹലോ, മൈ നെയിം ഇസ് അഖിൽ ആൻഡ് വെൽക്കം ടു ദ ട്രൈബ്.